ഒരു 40 ചോദ്യങ്ങൾ വളരെ ലളിതമായ ചോദ്യങ്ങളാണ്, ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഉത്തരം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക, പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു മത്സര ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഫെമിലിയർ ആവുക, ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള മെത്തേഡ്സ് മനസ്സിലാക്കുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ MCQ വർക്കൗട്ട് എടുക്കുന്നത്. അതൊരു മത്സര ബുദ്ധിയോടെ തന്നെ ചെയ്യണം കേട്ടോ എല്ലാവരും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ചെയ്തേ. കേരളത്തിൽ ആദ്യത്തെ വയോജന സൗഹൃദ പഞ്ചായത്ത് ഏതാ ആൻസർ? കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ പഞ്ചായത്ത് ഏതാണ്? അറിയത്തില്ല ആർക്കും? വളരെ കേരളത്തിൽ ആദ്യത്തെ വയോജന സൗഹൃദ പഞ്ചായത്ത് ബി ആണോ, തളിക്കുളമാണോ? അല്ല, കേരളത്തിൽ ആദ്യത്തെ വയോജന സൗഹൃദ പഞ്ചായത്ത് മാണിക്കലാണ്. മാണിക്കൽ കേട്ടോ, മാണിക്കലാണ് ആൻസർ. മാണിക്കൽ. ഓക്കെ, മാണിക്കൽ ഏത് ജില്ലയിലെന്നറിയോ? മാണിക്കൽ പഞ്ചായത്ത്. മാണിക്കൽ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കലാണ് കേരളത്തിൽ ആദ്യത്തെ വയോജന പഞ്ചായത്ത് കേട്ടോ. വയോജന പഞ്ചായത്ത് മാണിക്കലാണ്. ഇനി ഈ നെടുമ്പാശ്ശേരിക്ക് ഒരു ചോദ്യമുണ്ട് പണ്ട് മുതലെയുള്ളതിന്. കേരളത്തിൽ ആദ്യത്തെ ബാല പഞ്ചായത്ത് നെടുമ്പാശ്ശേരിയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് അതേതാണ്? അത് വെങ്ങാനൂരാണ് അല്ലേ? വെങ്ങാനൂരാണ്. ഓക്കെ, നമ്മളത് ഇങ്ങനെയൊക്കെ ഓർക്കാറുണ്ട്. ബാലനെ ശിശുവേ എന്നൊക്കെ ഓർക്കാറുണ്ട്. അത് ഓർത്ത് വെച്ചിരിക്കുക, മാറിപ്പോവരുത് കേട്ടാ. ഓക്കെ, അല്ലെങ്കിൽ ശിശുക്കളാണ് ഇങ്ങനെ കരയണമെന്ന് ഓർത്ത് വെച്ചിരുന്നാലും മതി. കുട്ടികൾ അങ്ങനെയല്ലേ ഇങ്ങനെ കരയുന്നത്. അപ്പൊ ശിശുക്കളുടെ കേട്ടോ. അപ്പൊ വെങ്ങാനൂര് ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂരും ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരിയാണ് കേട്ടോ. എങ്ങനെയും ഓർത്തിരിക്കുക, ബാലനെ ശിശുവേ ആ രീതിയിലൊക്കെ ഓർത്തിരിക്കുക. അതുപോലെ വയോജന സൗഹൃദ പഞ്ചായത്ത് മാണിക്കലാണ് കേട്ടോ. മാണിക്കലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത് വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണ്? ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണ് കുട്ടികളെ? വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണ്? പാതിരാമണൽ ദ്വീപാണ് കേട്ടോ. ഓപ്ഷൻ എ പാതിരാമണൽ ദ്വീപാണ് ആൻസർ. വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് ഏത്? പാതിരാമണൽ ദ്വീപ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണ്? അത് വൈപ്പിനല്ല, വെല്ലിംഗ്ടൺ ആണ് കേട്ടോ. വെല്ലിംഗ്ടൺ ആണ് ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ്. ഓക്കെ, ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഐലൻഡ് വെല്ലിംഗ്ടൺ ആണ്. എന്നാൽ ഏറ്റവും ജനസംഖ്യ കൂടിയതാണ് ഏത്? വൈപ്പിൻ. ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ ദ്വീപാണ് വൈപ്പിൻ. ഓക്കെ, ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് വൈപ്പിനാണ്. ഏറ്റവും വലിയ നാച്ചുറൽ ഐലൻഡ് അല്ലെങ്കിൽ പ്രകൃതിദത്ത ദ്വീപ് എന്ന് പറഞ്ഞാൽ പാതിരാമണലാണ്. ഇനി ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഐലൻഡ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെല്ലിംഗ്ടൺ ആണ്. ഏതാണ്? വെല്ലിംഗ്ടൺ ആണ്. ഓക്കെ, ഒരു ചോദ്യം ഇവിടെ ചോദിക്കുകയാണ്, നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വേമ്പനാട് കായൽ ഏതൊക്കെ ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയാമോ? വേമ്പനാട് കായല് ഏതൊക്കെ ജില്ല? 3 ജില്ലകളാണ്. കറക്റ്റ് ആണ്. തെറ്റാതെ പറഞ്ഞു. ഏതൊക്കെയുണ്ട്? കോട്ടയം ജില്ല. പിന്നെ ഏത് ജില്ലയുണ്ട്? എറണാകുളം ജില്ല. പിന്നെ ഏത് ജില്ലയുണ്ട്? ആലപ്പുഴ, എറണാകുളം, കോട്ടയം ഈ 3 ജില്ലകളിലായിട്ടാണ്. ആലപ്പുഴ, എറണാകുളം, കോട്ടയം 3 ജില്ലകളിലായിട്ടാണ് വേമ്പനാട് കായൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതിൽ ഏറ്റവും വലിയ ദ്വീപ് പാതിരാമണൽ, ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ദ്വീപ് വെല്ലിംഗ്ടൺ, ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് വൈപ്പിനാണ് കേട്ടോ. വൈപ്പിൻ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത വന്യജീവി സങ്കേതങ്ങളും സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ആരാദ്യം ക്രമീകരിക്കും നോക്കട്ടെ? വന്യജീവി സങ്കേതങ്ങളും സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ക്രമീകരിച്ചേ. നോക്കാം. ശെന്തുരുണി കൊല്ലം ജില്ലയാണ് അല്ലെ? കൊല്ലം ജില്ലയാണ്. അപ്പൊ 1 ബി ആണ്. 1 ബി എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ എ വെട്ടിക്കളയാം, ബി വെട്ടിക്കളയാം. സിയും ഡിയിലാണ് ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, അടുത്ത് ചിമ്മിനി എന്ന് പറഞ്ഞാൽ ഏത് ജില്ലയിലാണ്? ചിമ്മിനി തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ 2 എ ആണ്. 2 എ വരും. ഓക്കെ, 2 ഓപ്ഷനിലും 2 എ ആണ്. കുറിഞ്ഞിമല ഏത് ജില്ലയിലാണ്? കുറിഞ്ഞിമല ഇടുക്കി ജില്ലയിലാണ്. അപ്പൊ 3 ഡി വരും. ഓക്കെ, അപ്പൊ 1 ബി 2 എ 3 ഡി. ഓപ്ഷൻ സി ആണ് ആൻസർ. കൊട്ടിയൂർ നമുക്കറിയാം, കൊട്ടിയൂർ കണ്ണൂർ ജില്ലയിലാണ്. സി ഓപ്ഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. അതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു.
അടുത്ത് കേരളത്തിൽ ജനവാസം ഏറ്റവും കുറഞ്ഞ മേഖല ഏതാണ്? കേരളത്തിൽ ജനവാസം ഏറ്റവും കുറഞ്ഞ മേഖല ഏതാണ്? കേരളത്തിൽ ജനവാസം ഏറ്റവും കുറഞ്ഞ മേഖല മലനാടാണ് കേട്ടോ. മലനാടാണ് കേരളത്തിൽ ജനവാസം ഏറ്റവും കുറഞ്ഞ മേഖല. മലനാടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാം? മലനാടിൽ കൂടുതലും എന്താണ് വരുന്നത്? മലനാടിൽ കൂടുതലും എന്താ വരുന്നേ? എന്തുകൊണ്ടായിരിക്കും? മലനാടില് കൂടുതലും വനമേഖലയാണല്ലേ? വനമേഖലയാണ് വരുന്നത്. മലമേഖല. ഓക്കെ, നമ്മുടെ കേരളത്തിലെ വനമേഖല പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത് മലനാടിലാണ് അല്ലേ? മലനാടിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കിയാണ്. ഓക്കെ, ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ്? ശതമാനാടിസ്ഥാനത്തിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാടാണ് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല. ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല പത്തനംതിട്ടയാണ്. അതായത് ഏറ്റവും കൂടുതൽ വനം ഇടുക്കി, ശതമാനാടിസ്ഥാനത്തിൽ വനഭൂമി വയനാടാണ്. ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങൾ പത്തനംതിട്ടയിലാണ്. ഏറ്റവും കുറവ് വനം എവിടെയാണ്? ഏറ്റവും കുറവ് വനങ്ങളുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ഏറ്റവും കുറവ് വനങ്ങളുള്ളത് കേട്ടോ. ഓക്കെ, അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ. അടുത്ത് കേരളത്തിൽ ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല. ഇപ്പൊ LDK ചോദിച്ച ചോദ്യമാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ്? ബ്ലോക്ക് പഞ്ചായത്താണോ ഇടുക്കിയിൽ കുറവുള്ളത്? അതോ നഗരസഭകളാണോ? നഗരസഭകളാണ് ഇടുക്കിയിൽ കുറവുള്ളത് കേട്ടോ. ബ്ലോക്ക് പഞ്ചായത്ത് കുറവുള്ളതും ഇവിടെ തന്നെയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് കുറവുള്ളതും എവിടെയാണ്ടാ? ബ്ലോക്ക് പഞ്ചായത്ത് കുറവുള്ളതും വയനാട്ടിൽ തന്നെയാണ് കേട്ടോ. ബ്ലോക്ക് പഞ്ചായത്ത് കുറവുള്ളതും വയനാട്ടിൽ തന്നെയാണ്. ഓക്കെ, എത്ര ബ്ലോക്ക് പഞ്ചായത്താണ് കേരളത്തിലുള്ളത്? എത്ര ബ്ലോക്ക് പഞ്ചായത്തുണ്ട്? 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ. 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കേരളത്തിൽ ഉള്ളത്. ഓക്കെ, 152 ബ്ലോക്ക് പഞ്ചായത്ത്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത് ഉള്ളത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത് ഉള്ളത് മലപ്പുറം അല്ല, തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂരിലാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത് തൃശ്ശൂരാണ്. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്ത് വയനാടിലാണ്. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്ത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതൊരു ലിസ്റ്റ് ഉണ്ട്, ഞാൻ മുമ്പ് പഠിപ്പിച്ചതാണ്, പിന്നെ റിവിഷൻ ചെയ്ത് തരാം. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്നും ശരിയല്ലാത്തത് എടുക്കുക. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ ഒഴുകുന്ന നദിയാണ് പാമ്പാറ്. അത് ശരിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയാണ് ചാലക്കുടി പുഴ. അതും ശരിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. അതും ശരിയാണ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് കബനിയാണ്. അത് തെറ്റാണ്. ഓക്കെ, കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുതാണ് കബനി. ഓക്കെ, ഏറ്റവും ചെറുത് ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും ചെറുത് ഏതാണ്ടാ? ഏറ്റവും ചെറുത് പാമ്പാറാണ് കേട്ടോ. പാമ്പാറാണ് ഏറ്റവും ചെറുത്. ഓക്കെ, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 കബനി, ഭവാനി, പാമ്പാറ്. അതിൽ ഏറ്റവും വലുത് കബനിയും ഏറ്റവും ചെറുത് പാമ്പാറുമാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. ശരി. അടുത്ത് കേരള സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന വർഷം. ഇതും പ്രീവിയസ് ചോദ്യമാണ്. സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന വർഷം ആർക്ക് പറയാം? സ്പോർട്സ് കൗൺസിൽ ഏത് വർഷമാണ് നിലവിൽ വന്നത്? കേരള സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന വർഷം 1954. 1954 കേരള സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്നത്. പ്രീവിയസ് ചോദ്യമാണ്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. നല്ലപോലെ റെസ്പോൺസ് ചെയ്യുക കേട്ടോ. പെട്ടെന്ന് ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ഇവയിൽ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ഏതാണ്? പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട്. ഇതിൽ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ചുള്ളിയാറാണ്. ചുള്ളിയാർ അണക്കെട്ടാണ് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ചിമ്മിനി അണക്കെട്ട് ഏത് ജില്ലയിലാണ്? ചിമ്മിനി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ചിമ്മിനി അണക്കെട്ട്. കുളമാവ് അണക്കെട്ട് ഏത് ജില്ലയിലാണ്? കുളമാവ് അണക്കെട്ട് ഇടുക്കി ജില്ലയിലാണ്. കുളമാവ് അണക്കെട്ട്. ഓക്കെ, ഇടമലയാർ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? ഇടമലയാർ എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിലാണ് ഇടമലയാർ സ്ഥിതി ചെയ്യുന്നത്. ഇടമലയാർ എറണാകുളം ജില്ലയിലാണ് കേട്ടോ. ഓക്കെ, പാലക്കാട് ജില്ലയിലാണ് ചുള്ളിയാറ്.
ചിമ്മിനി തൃശ്ശൂരാണ്, കുളമാവ് ഇടുക്കിയിലാണ്, ഇടമലയാർ എറണാകുളമാണ് കേട്ടോ. ഇടമലയാർ ഇടുക്കി എന്ന് പറഞ്ഞാൽ അത് ബോർഡറിലാണ് വരുന്നത്. ഇടുക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് PSC എന്ത് ചെയ്തു? പ്രൊഫഷണൽ ആൻസർ ഇടുക്കി എടുക്കുകയും പിന്നീട് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ക്ലിയർ ആണല്ലോ. എറണാകുളത്താണ് അത് വരുന്നത്. ശരി, അടുത്ത ചോദ്യം. കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഓക്കെ. കേരഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരഫെഡും തിരുവനന്തപുരമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതാണത്. കയർഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കയർഫെഡ് ആലപ്പുഴയാണ് കേട്ടോ. കയർഫെഡ് ആലപ്പുഴയാണ്. എന്നാൽ കയർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കയർ ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനവും കൊച്ചിയാണ്. ഓക്കെ, ഈ പറഞ്ഞതെല്ലാം ഓർത്തിരിക്കുക. മത്സ്യഫെഡ് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരഫെഡും തിരുവനന്തപുരമാണ്. കയർഫെഡ് ആലപ്പുഴയിലാണ് കേട്ടോ. എന്നാൽ കയർ ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. കയർ ബോർഡ്, അതുപോലെ തന്നെ സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കയർ ബോർഡിന്റെയും അതുപോലെ സ്പൈസസ് ബോർഡിന്റെയും ആസ്ഥാനം എവിടെയാണ് പിള്ളേരെ? അത് കൊച്ചിയിലാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മുഖ്യ വിള ഏതാണ്? കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മുഖ്യ വിള തെങ്ങാണ് കേട്ടോ. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മുഖ്യ വിള എന്ന് പറഞ്ഞാൽ തെങ്ങാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയാണ്. കണ്ണാറ ഏത് ജില്ലയിലാണ്? ഏത്തവാഴ ഗവേഷണ കേന്ദ്രമായ കണ്ണാറ ഏത് ജില്ലയിലാണ്? കണ്ണാറ എറണാകുളമല്ല, കണ്ണാറ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി ദേശീയ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് തിരുച്ചിറപ്പള്ളിയാണ് കേട്ടോ. തിരുച്ചിറപ്പള്ളിയിലാണ് ദേശീയ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം. അത് തമിഴ്നാടിലാണ് കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഏത്തപ്പഴം നമ്മളിങ്ങനെ തിരിച്ചെടുക്കുന്നു അല്ലേ? നമ്മൾ ഈ കൊലയുന്നത് എങ്ങനെയാണ്? നമ്മൾ പിടിച്ച് തിരിച്ചല്ലേ എടുക്കുന്നത്? തിരിച്ചെടുത്തിട്ട് നമ്മളത് കണ്ണൻ കൊടുക്കുന്ന ഓർത്ത് വെച്ചാൽ കണ്ണൻ വീട്ടിലൊക്കെ ഉള്ള പിള്ളേരെയൊക്കെ വീട്ടിൽ പേര് കണ്ണൻ എന്നല്ലേടേ. ഒരു സീസൺ ഫുൾ അതായിരുന്നു. കണ്ണനും ഉണ്ണി അച്ചു. ഓക്കെ, അച്ചു, അപ്പു, ഗോപി. നീ ഗോപി അറ്റാക്ക് ചെയ്യാനല്ലോ അക്ഷയ്. ഉണ്ണിക്കണ്ണനൊക്കെ വീട്ടിൽ പേരുടെ ഉണ്ണിക്കുട്ടനെന്നിടും. ഉണ്ണിക്കുട്ടൻ ഒരു വീട്ടിൽ പേരാണ് കേട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന വീട്ടിൽ പേരിലാണ് അമ്പാടി. എങ്ങോട്ട് നോക്കിയാലും അമ്പാടി, കുറെ അമ്പാടി. ഓക്കെ, അമ്പാടി ഒരു ഇപ്പൊ ഉള്ള വീട്ടിൽ പേര്. പിന്നെ ഇപ്പോഴത്തെ വീട്ടിൽ പേരൊക്കെ മാറി, കുറെയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ 2 പിള്ളേരുടെ വീട്ടിൽ പേര്, ഒന്ന് ദേവും ഒന്നും. ഉണ്ണിക്കണ്ണൻ ഒഫീഷ്യൽ നെയിം ഉണ്ട്. അല്ല, ഉണ്ണിക്കണ്ണൻ ഒഫീഷ്യൽ നെയിം ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ ഉണ്ണിക്കണ്ണൻ മംഗൾ ഡാം. പോക്കിരി സിനിമ അറിഞ്ഞാത്ത വിജയ് ഫാൻ ഉണ്ടല്ലോ. അതെ, ക്ലിയർ ആണ്. ഇവിടെ ചുമ്മാ വഴിയടക്കണ വല്ലപ്പുഴ സിനിമ കാണുന്ന ആൾക്കാർക്ക് വരെ അറിയാം പോക്കിരി സിനിമയിലെ വിജയ്. നിങ്ങൾ അതാരാണത്? ഇത്രയും വലിയ വിജയ് ഫാനായി അവനെ അറിയൂടാ പോക്കിരി സിനിമയിലെ വിജയ്. ഓക്കെ, അക്ഷയ്ക്ക് അറിഞ്ഞൂടാ അത് പോക്കിരി സിനിമയിലെ വിജയ്? അറിയത്തില്ലേ അക്ഷയ്ക്ക്? യെസ്, ഓക്കെ, അവനൊരെ അറിയാം. അവനെന്ന് വെച്ചാൽ അവനാണ് നമ്മുടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ് കേട്ടോ. സ്റ്റുഡന്റ് ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ 3ാമത്തെ പരീക്ഷയിൽ അദ്ദേഹം ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഫയർമാൻ എഴുതി കിട്ടിയില്ല. പിന്നെ 2ാമത്തെ എക്സാം LD അദ്ദേഹത്തിന് കിട്ടിയില്ല. ട്രിവാൻഡ്രം കട്ട് ഓഫ് കൂടെ. 3ാമത്തെ എക്സാം LGS അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മുഖ്യ വിളകൾ പറഞ്ഞു തെങ്ങാണ് കേട്ടാ. അപ്പൊ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം, ദേശീയ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം തിരുച്ചിറപ്പള്ളിയാണ്. അത് എവിടെയാണ്? തിരുച്ചിറപ്പള്ളി
തമിഴ്നാടിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ കണ്ണാറ തൃശ്ശൂരാണ്. എന്നാൽ കണ്ണാറ ലോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണാറ ലോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണാറ ലോക്കൽ എന്ന് പറഞ്ഞാൽ ചീരയാണ് കേട്ടോ. കണ്ണാറ ലോക്കൽ എന്ന് പറഞ്ഞാൽ ചീരയാണ്. കണ്ണാറ ലോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ചീരയാണ് കേട്ടോ. കണ്ണാറ ലോക്കൽ എന്ന് പറഞ്ഞാൽ ചീരയാണ്. ചീര. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത ചോദ്യം. 1916 ഏത് പ്രസിദ്ധീകരണത്തിലാണ് ശ്രീനാരായണ ഗുരു നമുക്ക് ജാതിയില്ല എന്ന വിളംബരം പ്രസിദ്ധപ്പെടുത്തിയത്? നമുക്ക് ജാതിയില്ല എന്ന വിളംബരം പ്രസിദ്ധപ്പെടുത്തിയത് 1916 ശ്രീനാരായണ ഗുരു ഏത് പ്രസിദ്ധീകരണത്തിൽ എന്നാണ് ചോദ്യം. പറയാവോ ആർക്കെങ്കിലും? അല്ല, നമുക്കത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ വിവേകോദയമായിട്ട് തോന്നുമെങ്കിലും ആൻസർ വിവേകോദയമല്ല. ആൻസർ പ്രബുദ്ധ കേരളമാണ് കേട്ടോ. പ്രബുദ്ധ കേരളമാണ്. പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലാണ്. പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലാണ് ഏത് ഈ പറയുന്ന കാര്യം നമുക്ക് ജാതിയില്ല എന്ന വിളംബരം ശ്രീനാരായണ ഗുരു പ്രസിദ്ധീകരിച്ചത് പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന മാഗസിനിലാണ് കേട്ടോ. ഓക്കെ, നമുക്ക് പ്രബുദ്ധ കേരളം പഠിക്കുമ്പോഴേ നമ്മൾ ആഗമാനന്ദം പഠിക്കുമ്പോൾ പ്രബുദ്ധ കേരളം പഠിക്കുന്നുണ്ടല്ലേ? ആഗമാനന്ദൻ. ആഗമാനന്ദം പഠിക്കുമ്പോൾ അദ്ദേഹം ആരംഭിച്ച പ്രബുദ്ധ കേരളം അല്ല ഇത് വേറെയാണ് കേട്ടോ. ഇത് അതായത് ആഗമാനന്ദൻ പ്രബുദ്ധ കേരളവും പിന്നെ നമുക്ക് രണ്ടറിയാം. രണ്ട് പ്രസിദ്ധീകരണം നമ്മൾ പഠിക്കാറുണ്ട് ആഗമാനന്ദന്റെ. ഏതൊക്കെയാണ്? ഒന്ന് പ്രബുദ്ധ കേരളം, മറ്റൊന്ന് ഏതാണ്? അമൃതവർഷിണി. അത് തന്നെ. ആഗമാനന്ദന്റെ രണ്ട് പ്രസിദ്ധീകരണങ്ങൾ, ഒന്ന് അമൃതവർഷിണി പിന്നെ ഒന്നുള്ളത് ഏതാണ്? പ്രബുദ്ധ കേരളം കേട്ടോ. ഇത് രണ്ടും ആഗമാനന്ദന്റെ പ്രസിദ്ധീകരണങ്ങളാണ്. അമൃതവർഷിണി അമൃതവാണിയാണോ? അമൃതവാണിയാണ് അല്ലേ? അമൃതവാണി സോറി. ഓക്കെ, അമൃതവാണിയാണ് കേട്ടോ. അമൃതവാണിയും പ്രബുദ്ധ കേരളവും കേട്ടോ. ഓക്കെ, ഇത് രണ്ടും ആഗമാനന്ദന്റെ പ്രസിദ്ധീകരണങ്ങളാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഈ പ്രബുദ്ധ കേരളം ഇദ്ദേഹം ആരംഭിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രബുദ്ധ ഭാരതമാണ്. പ്രബുദ്ധ ഭാരതം ആരുടേതാണ്ട? പ്രബുദ്ധ ഭാരതം ആരുടേതാണ്? പ്രബുദ്ധ ഭാരതം വിവേകാനന്ദന്റെയാണ് കേട്ടോ. വിവേകാനന്ദന്റെയാണ് പ്രബുദ്ധ ഭാരതം. ഓക്കെ, ക്ലിയർ ആണല്ലോ. പ്രബുദ്ധ ഭാരതം, അതുപോലെ ഉദ്ബോധൻ ഇതൊക്കെ ആരുടേതാണ്? പ്രബുദ്ധ ഭാരതം, ഉദ്ബോധനൊക്കെ വിവേകാനന്ദന്റെ പ്രസിദ്ധീകരണങ്ങളാണ്. അതെ, പ്രബുദ്ധ ഭാരതം അതുപോലെ ഉദ്ബോധനൊക്കെ വിവേകാനന്ദന്റെ പ്രസിദ്ധീകരണങ്ങളാണ്. പ്രബുദ്ധ കേരളം അതുപോലെ അമൃതവാണി ഇതൊക്കെ ആഗമാനന്ദന്റെ പ്രസിദ്ധീകരണങ്ങളാണ്. ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം. ചരിത്ര സംഭവങ്ങളെ വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാനത്തിൽ നിന്ന് ആദ്യത്തിലേക്ക് എന്ന ക്രമത്തിൽ അല്ലെങ്കിൽ എന്ന രീതിയിൽ ക്രമീകരിക്കുക. ഇതൊക്കെ ഈസി ആണെന്ന് അറിയാം നിങ്ങൾക്ക്. ഓക്കെ, മലബാർ കലാപം വർഷം പെട്ടെന്ന് കമന്റ് ചെയ്യണേ. മലബാർ കലാപം ഏത് വർഷടാ? 1921. വൈക്കം സത്യാഗ്രഹം ഏത് വർഷം? വൈക്കം സത്യാഗ്രഹം 1924. ഓക്കെ, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഏത് വർഷം? അരുവിപ്പുറം ശിവപ്രതിഷ്ഠ 1888. ക്ഷേത്രപ്രവേശന വിളംബരം ഏത് വർഷം? ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഓക്കെ, അടുത്ത ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷം? 1931. ഓക്കെ, ഇതിലിപ്പോ അവസാനം നടന്നിരിക്കുന്നത് ഏതാണ്? അവസാനം നടന്നിരിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് അവസാനം നടന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ അത് ആദ്യം വരും, 4 ആദ്യം വരും. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. അതിനുശേഷം 5 വരും. പിന്നെ നടന്നിരിക്കുന്നത് താഴോട്ട് നോക്കുമ്പോൾ വൈക്കം സത്യാഗ്രഹമാണ്. പിന്നെ 2 വരും. പിന്നെ നടന്നിരിക്കുന്ന മലബാർ കലാപമാണ്. പിന്നെ 1 വരും. പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് 3 വരും. ഓക്കെ, അപ്പൊ 4, 5, 2, 1, 3. ആൻസർ ഏതാണ്ട? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോഴേ നിങ്ങൾ ഈ ആദ്യത്തിൽ നിന്ന് അവസാനത്തേത് ആ രീതിയൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ചാൽ ഓപ്ഷൻ ഇട്ട് പറ്റിക്കാറുണ്ട്. മനസ്സിലായോ? ഓക്കെ, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ PSC പരീക്ഷ നടന്നത് എന്തിനാണ്ടാ? ഒരുപാട് പേര് അപേക്ഷിച്ച് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ തയ്യാറെടുക്കുമ്പോൾ അതിൽ നിന്ന് കുറെ ആൾക്കാരെ ഒഴിവാക്കിയിട്ട് അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യുക എന്നൊരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മുടെ പരീക്ഷ ചോദ്യ പേപ്പറിൽ PSC എന്ത് ചെയ്യും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് അതിലൊക്കെ വീഴാതെ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യം ശ്രദ്ധിച്ച് വായിച്ച് എഴുതുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത്, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച ദിവസം. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച ദിവസം ഏതാണ്? അപ്പോൾ കേരളത്തിന് ഉപ്പ് സത്യാഗ്രഹം തുടക്കം കുറിച്ച ദിവസം ഏതാണ്? 1930 ഏപ്രിൽ 12 ആണ്. ഏപ്രിൽ 13 അല്ലെ? 1930 ഏപ്രിൽ 13 ഉപ്പ് സത്യാഗ്രഹം തുടക്കം കുറിച്ചത്.
ഏപ്രിൽ 13-നാണ്. നമുക്കറിയാം എവിടെ നിന്നാണ് തുറക്കം കുറിച്ചേടാ? കോഴിക്കോട് നിന്ന് ആര്? കെ കേളപ്പന്റെ നേതൃത്വത്തില് ഒരു കാൽനട ജാഥ എങ്ങോട്ടേക്ക് പോയി? പയ്യന്നൂരിലേക്ക് പോയി അല്ലേ? പയ്യന്നൂരിലേക്ക് പോയി. ഓക്കെ, 1930 ഏപ്രിൽ 13-ന് കോഴിക്കോട് നിന്ന് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഒരു കാൽനട ജാഥ എങ്ങോട്ടേക്ക് പോയി? പയ്യന്നൂരിലേക്ക് പോവുകയും ഏപ്രിൽ മാസം 21-ാം തീയതി പയ്യന്നൂരിലെത്തിയിട്ട് എന്ത് ചെയ്തു? ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്തു. ഇതായിരുന്നു കേരളത്തിന്റെ ആ ഒരു ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. മനസ്സിലായ? ഏപ്രിൽ 13-ന് കോഴിക്കോട് നിന്ന് കെ കേളപ്പന്റെ നേതൃത്വത്തില് പയ്യന്നൂരിലേക്ക് കാൽനട യാത്ര പോകുന്നു. ഓക്കെ, ഏപ്രിൽ 21-ന് എന്ത് ചെയ്തു? ഏപ്രിൽ 21-ന് എവിടെ എത്തിയിട്ട്? പയ്യന്നൂരിൽ എത്തിയിട്ട് ഈ പറയുന്ന ഉപ്പ് നിയമം ലംഘിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവിലാണ് കേട്ടോ. ഉളിയത്ത് കടവിലാണ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഉളിയത്ത് കടവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ജാഥയ്ക്ക് ആവേശം പകർന്ന ഗാനം ഏതാണ്? വരിക വരിക സഹചര അല്ലേ? വരിക വരിക സഹചര എന്ന ഗാനമാണ്. വരിക വരിക സഹചര എന്ന ഗാനം എഴുതിയത് ആരാണ്? വരിക വരിക സഹചര എന്ന ഗാനം എഴുതിയത് അംശി നാരായണപിള്ളയാണ് എഴുതിയത്. ഓക്കെ, വരിക വരിക സഹചര എന്ന ഗാനം കേട്ടോ. വരിക വരിക സഹചര എന്നുള്ള ഗാനം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിന് വീര്യം പകർന്ന ദണ്ഡി യാത്രയ്ക്ക് വീര്യം പകർന്ന ഗാനം ഏതാണ്? അത് രഘുപതി രാഘവ രാജാറാം ആണ് അല്ലെ? രഘുപതി രാഘവ രാജാറാം. രഘുപതി രാഘവ രാജാറാം എഴുതിയ ആളുടെ പേരറിയോടെ? രഘുപതി രാഘവ രാജാറാം എഴുതിയ ആളുടെ പേര്? രഘുപതി രാഘവ രാജാറാം എന്തോ ഒരു ലക്ഷ്മണ ശാസ്ത്രികൾ അങ്ങനെയല്ല, ലക്ഷ്മണൻ തുടങ്ങുന്ന പേരാണ്. ഇവിടെ ഓർമ്മ കിട്ടുന്നില്ല. ആർക്കും അറിയാൻ കമന്റ് ഇല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരിക്കാം കേട്ടോ. നോക്കിയിട്ട് ലക്ഷ്മണൻ തുടങ്ങുന്ന പേര്, ലക്ഷ്മണ ശാസ്ത്രികളോ അങ്ങനെ എന്തോ ഉള്ളൊരു പേരാണ് കേട്ടോ. ഓക്കെ, ഞാൻ നോക്കിയിട്ട് ഓർമ്മ ആർക്കും അറിയത്തില്ലല്ലോ. അറിയാൻ കമന്റ് ഇല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. ശരി, നോക്കിയോ. 1691 വെട്ടം യുദ്ധത്തിൽ ഏത് വിദേശ ശക്തികളുമായാണ് സാമൂതിരി സഹകരിച്ചത്? ഡച്ചുകാരുമായിട്ടാണ് അല്ലെ? ഡച്ചുകാരുമായിട്ടാണ് സഹകരിച്ചത് അല്ലെ? ഡച്ചുകാരുമായിട്ടാണ് എന്ത് ചെയ്തത്? 1691 വെട്ടം യുദ്ധത്തില് ഡച്ചുകാരുമായിട്ടാണ് സാമൂതിരി എന്ത് ചെയ്ത് കുട്ടികളെ സഹകരിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തപ്പോഴും നമ്മൾ 1661 ഒരു അഴീക്കോട് ഉടമ്പടി പഠിച്ചായിരുന്നു. ലക്ഷ്മണ ആചാര്യാണല്ലേ? ലക്ഷ്മണ ആചാര്യാണല്ലേ? ഓക്കെ, ലക്ഷ്മണ ആചാര്യ, രഘുപതി രാഘവ രാജാറാം. ഓക്കെ, ലക്ഷ്മണ ആചാര്യ. ഓക്കെ, ക്ലിയർ ആണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ നമ്മൾ 1661 ഒരു ഉടമ്പടി, ഏത് ഉടമ്പടിയാണ്? അഴീക്കോട് ഉടമ്പടി ആരൊക്കെ ആയിരുന്നടാ? അത് ഡച്ചുകാരും അതുപോലെ തന്നെ സാമൂതിരിയും ചേർന്നിട്ടായിരുന്നു അഴീക്കോട് ഉടമ്പടി. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇത് 1691 വെട്ടം യുദ്ധത്തില് സാമൂതിരി സഹകരിച്ചത് ആരുമായിട്ടാണ്? ഡച്ചുകാരുമായിട്ടാണ് സഹകരിച്ചത് കേട്ടോ. ഓക്കെ, കൊള്ളാം. അടുത്ത ചോദ്യം, കേരളത്തിൽ നടന്ന സമരങ്ങളെയും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെയും ചേരുംപടി ചേർക്കുക. ഒന്ന് ചേരുംപടി ചേർത്തേടാ. കേരളത്തിൽ നടന്ന സമരങ്ങളെയും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെയും ചേരുംപടി ചേർത്തേ. ഓക്കെ, നോക്കാം. തോൽവിറക് സമര നായിക ആരാണ്? തോൽവിറക് സമരനായിക കാർത്തിയായനി അമ്മയാണ്. അപ്പം 1 D വരും അല്ലെ? 1 D. ഓക്കെ, തോൽവിറക് സമരനായിക അല്ലെങ്കിൽ ചീമേനി എസ്റ്റേറ്റ് സമരനായിക കാർത്തിയായനി അമ്മ, 1 D വരും. മാഹി വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? മാഹി വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് IK കുമാരൻ മാസ്റ്റർ ആണ്. അപ്പൊ 2 C വരും. അപ്പൊ 1 D 2 C. മുത്തങ്ങ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മുത്തങ്ങ സമരത്തിന് നേതൃത്വം നൽകിയത് CK ജാനു ആണ്. 3 B വരും. ഓക്കെ, അപ്പൊ 1 D 2 C 3 B. 1 D 2 C 3 B. ഓക്കെ, ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ C ആണ് ആൻസർ.
1 ഡി 2 സി 3 ബി വരുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനിയുള്ളത് ഏതാണ്ട് കരിവള്ളൂർ സമരം. കരിവള്ളൂർ സമരം നേതൃത്വം നൽകിയത് ആരാണ്? കെ ദേവേനിയാണ്. അപ്പം 4 എ വരും, 4 എ വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. തോൽവിറക് സമരം ഒന്ന് പറഞ്ഞേ. തോൽവിറക് സമരം നടന്ന വർഷം ഏതാണ്? തോൽവിറക് സമരം നടന്ന വർഷം ആർക്ക് പറയാം? തോൽവിറക് സമരം നടന്നത് 1946-ലാണ്. തോൽവിറക് സമരം നടന്ന ജില്ല ഏതാണ്? തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലാണ് തോൽവിറക് സമരം നടന്നത്. തോൽവിറക് സമരത്തിന്റെ മറ്റൊരു പേരാണ് ചീമേനി എസ്റ്റേറ്റ് സമരം. കേട്ടോ, ചീമേനി എസ്റ്റേറ്റ് സമരം. ഓക്കെ, അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കാർത്തിയായനി അമ്മ. കേട്ടോ, കാർത്തിയായനി അമ്മയാണ് അതിന് നേതൃത്വം നൽകിയ വ്യക്തി. മാഹി വിമോചന സമരം നടന്ന വർഷം പറഞ്ഞേ. മാഹി വിമോചന സമരം നടന്ന വർഷം ഏതാണ്? മാഹി വിമോചന സമരം നടന്ന വർഷം 1954-ലാണോ മാഹി വിമോചന സമരം? വിമോചന സമരമാണ് 59, 61-ഒന്നുമല്ല. മാഹി വിമോചന സമരം നടന്നത് 1948-ലാണ്. മനസ്സിലായി? 1948-ലാണ് മാഹി വിമോചന സമരം നടന്നത്. അതിന് നേതൃത്വം നൽകിയ IK കുമാരൻ മാസ്റ്റർ അറിയപ്പെടുന്നത് മയ്യഴി ഗാന്ധി എന്നാണ്. കേട്ടോ, മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് IK കുമാരൻ മാസ്റ്റർ. എന്നാല് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് M മുകുന്ദനെയാണ്. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. കേട്ടോ, അത് ഓർത്തിരിക്കുക. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്ററും മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് M മുകുന്ദനെയുമാണ്. ഓക്കെ, ഇനി നിങ്ങൾ പറയുന്ന 1954 എന്താണെന്ന് അറിയാവോ? 54-ലാണ് പോർച്ചുഗീസുകാർ മാഹി ഉപേക്ഷിച്ചത്. മനസ്സിലായ? മാഹി വിമോചനം നടന്ന വർഷം ഏതെന്ന് 1954-ആണ്. ഓക്കെ, അതായത് മാഹി വിമോചന സമരം നടന്ന 1948. നേതൃത്വം നൽകിയത് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന IK കുമാരൻ മാസ്റ്റർ. അതുപോലെ തന്നെ മാഹി വിമോചനം, അതായത് പോർച്ചുഗീസുകാർ മാഹി ഉപേക്ഷിച്ചത് 1954-ലാണ്. 1954-ലാണ്. മുത്തങ്ങ സമരം നടന്ന വർഷം പറഞ്ഞേ. മുത്തങ്ങ സമരം നടന്ന വർഷം ആർക്ക് പറയാം? മുത്തങ്ങ സമരം നടന്നത് 2003-ആണ്. 2003-ലാണ് മുത്തങ്ങ സമരം. ഓക്കെ, കോൾ എടുത്തോ. 2003-ലാണ് മുത്തങ്ങ സമരം. 2003-ലാണ് മുത്തങ്ങ സമരം. ഓക്കെ, നേരത്തെ നോക്കി CK ജാനുവാണ്. അടുത്ത് കരിവള്ളൂർ സമരം നടന്ന വർഷം പറഞ്ഞേ. കരിവള്ളൂർ സമരം നടന്നത് 1946-ലാണ്. 1946-ലാണ് കരിവള്ളൂർ സമരം. കരിവള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ ദേവയാനിയാണ്. കരിവള്ളൂർ സമരം നടന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. കേട്ടോ, കണ്ണൂർ ജില്ലയിലാണ് കരിവള്ളൂർ സമരം നടന്നത്. 1946-ല് കണ്ണൂർ ജില്ലയിലാണ് കരിവള്ളൂർ സമരം നടന്നത്. ഹൈക്കോണാണേ. ഓക്കെ, ഈ കെ ദേവയാനിയുടെ ആത്മകഥ ആർക്കെങ്കിലും അറിയാവോ? എന്റെ ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. കേട്ടോ, എന്റെ ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്നാണ്. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്നാണ് കെ ദേവയാനിയുടെ ആത്മകഥയുടെ പേര്. കേട്ടോ, ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്നാണ് കെ ദേവയാനിയുടെ ആത്മകഥയുടെ പേര്. ഓക്കെ, നിങ്ങളൊരു ആത്മകഥ എന്ത് പേര് കൊടുക്കും? നിങ്ങളൊരു ആത്മകഥ എന്ത് പേര് കൊടുക്കും? ഓരോരുത്തർ ആത്മകഥയ്ക്ക് പേര് വെച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ആലോചിച്ചിട്ടില്ല ഇതുവരെ. ആലോചിക്കേണ്ട സമയം ആയില്ലല്ലേ? കുറച്ച് തവണ കഴിഞ്ഞിട്ടൊക്കെ ആലോചിച്ചാലും മതി. ഓക്കെ, ഗാന്ധിജി എന്റെ തോൽവികളാ. അങ്ങനെ എന്തിനാ ചിന്തിക്കുന്നേ? തോൽവികളൊക്കെ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവുന്നതല്ലേ? എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. ഓക്കെ, തോൽവികളൊക്കെ നമ്മളത് നേടാൻ പഠിക്കണം. ഓക്കെ, തോൽവികൾ ഉണ്ടാകുമ്പോഴേ വിജയത്തിന് രുചി ഉണ്ടാവത്തുള്ളൂ. മനസ്സിലായ? എല്ലാ വിജയങ്ങളും, ചില ആൾക്കാരുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വിജയമായിരിക്കും. നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിച്ചിട്ട് അയാൾ അക്കാഡമിക്ക് ക്ലിയർ ചെയ്യുന്നു, ചിലപ്പോൾ പ്രേമിച്ച പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു, ഒരു ആഗ്രഹിച്ച ജോലി വാങ്ങുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുക എല്ലാം നല്ല വിജയമായി സംഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു സമയമാകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? ഒരു വിരസത ഫീൽ ചെയ്യും. നമ്മൾ പരാജയങ്ങൾ കുറെ അനുഭവിച്ചിട്ട്, കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് നമ്മൾ നേടുന്ന വിജയം ചെറുതാണെങ്കിലും നമുക്കത് ഭയങ്കരമായിട്ട് സന്തോഷം നൽകുന്നതാണ്. ഓക്കെ, തോൽവികൾ ഉണ്ടാവണം. തോൽവികൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? വിജയങ്ങൾ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കിയോ. ഗാന്ധിജി 2ാമത് കേരള സന്ദർശനം നടത്തിയതിന്റെ പ്രധാന ഉദ്ദേശം ഏതാണ്?
ഗാന്ധിജി രണ്ടാമത് വന്ന എന്തിനാണ്ടാ? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിൽ ഗാന്ധിജി രണ്ടാമതായിട്ട് വരുന്നത്. ഓക്കെ, ആദ്യം വന്നത് എന്തിനാണ്? ആദ്യം വന്നത് ഖിലാഫത്ത് അല്ലെ? ഖിലാഫത്ത് ഏത് വർഷം? 1920 ഖിലാഫത്ത് പ്രചാരണാർത്ഥം വന്നത്. ഓക്കെ, രണ്ടാമതായി വന്നത് 1925 രണ്ടാമതായി വന്നത് 1925 അതെന്താണ്? വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മൂന്നാമത് വന്നത് ഏത് വർഷമാണ്? മൂന്നാമത് 1927 27 വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്ടാ? 27 വന്ന 1927 മൂന്നാമതായി വന്നത്. അതെന്താണ്? ദക്ഷിണേന്ത്യൻ പര്യടനം കേട്ടോ. ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് 27 മൂന്നാമതായി വന്നത്. നാലാമതായി വന്നത് എപ്പോഴാണ്? നാലാമതായി വന്നത് 34 1934 ഹരിജൻ ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് 34 വന്നേ അല്ലേ? 34 ഹരിജൻ ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ട് വന്നു. അഞ്ചാമതായി വന്നത് 1937 ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടിട്ട് 1937 ഗാന്ധിജി വന്നു. അങ്ങനെ 5 തവണയാണ് ഗാന്ധിജി വന്നിട്ടുള്ളത്. 20 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം, അതുപോലെ തന്നെ 25 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട്, 27 ദക്ഷിണേന്ത്യൻ പര്യടനം, അതുപോലെ തന്നെ 34 ഹരിജൻ ഫണ്ട് ശേഖരണം, അതുപോലെ 37 ക്ഷേത്ര പ്രവേശന വിളംബരം. ഈ വർഷങ്ങളിലാണ് ഗാന്ധിജി കേരളത്തിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണ്. അയ്യത്താൻ ഗോപാലനുമായി ബന്ധപ്പെട്ട സംഘടന ഏതാണ്? പെട്ടെന്ന് ചെയ്തേ. അയ്യത്താൻ ഗോപാലനുമായി ബന്ധപ്പെട്ട സംഘടന. അയ്യത്താൻ ഗോപാലനുമായി ബന്ധപ്പെട്ട സംഘടന സുഗുണവർദ്ധിനിയാണ് അല്ലെ? സുഗുണവർദ്ധിനി സഭയാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, അയ്യത്താൻ ഗോപാലനുമായി ബന്ധപ്പെട്ടത്. കല്യാണദായിനി സഭ ആരാണ്? കല്യാണദായിനി സഭ പണ്ഡിറ്റ് കറുപ്പനാണ് കല്യാണദായിനി സഭ. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം ആരാണ്? ആഗമാനന്ദനാണ് കേട്ടോ. ആഗമാനന്ദ സ്വാമികളാണ് സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത്. ആഗമാനന്ദനാണ്. അരയ സമാജം സ്ഥാപിച്ചത് ആര് തന്നെയാണ്? അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ് അരയ സമാജം സ്ഥാപിച്ചത്. കല്യാണദായിനി സഭ പണ്ഡിറ്റ് കറുപ്പനാണ്. സുഗുണവർദ്ധിനി അയ്യത്താൻ ഗോപാലനാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം ആഗമാനന്ദൻ, അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ. ക്ലിയർ ആണല്ലോ. രാഗി എന്തോ കമന്റ് ചെയ്തല്ലോ, ഒരു സെക്കൻഡ് നോക്കിക്കോട്ടെ. എന്തോടാ? കല്യാണദായിനി സഭ കണ്ടോ? എവിടെ? എറണാകുളത്ത് പോയപ്പോഴാണ് കണ്ടത്? വേറൊന്നും കണ്ടില്ലേ? പോണ വഴിക്ക് നിങ്ങൾ ഏത് വഴിയാ പോയത്? കാലടി വഴിയാണ് പോയെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇതൊക്കെ കണ്ടായിരുന്നോ? സംസ്കൃത കോളേജൊക്കെ കണ്ടായിരുന്നോ? നൈറ്റ് ആണ് നമ്മൾ അങ്ങോട്ട് പോയത്. തിരിച്ചിങ്ങോട്ട് വന്ന വഴിക്ക് ഞാൻ കല്യാണദായിനി സഭ ഒക്കെ കണ്ടായിരുന്നോ? കൊടുങ്ങല്ലൂര്. പിന്നെ നമ്മുടെ ജുമാ മസ്ജിദ് ഉണ്ടല്ലോ, ആദ്യത്തെ ചേരമാൻ ജുമാ മസ്ജിദ്, അതൊക്കെ കണ്ടു. ഓക്കെ, അപ്പൊ ഒരു PSC യാത്ര തന്നെയായിരുന്നു. അതെ, വേമ്പനാട്ട് കായലിന്റെ ആ ഒരു വിസ്തൃതിയൊക്കെ കണ്ട്, മംഗളവനം കണ്ട്, അങ്ങനെ ഹൈക്കോടതി കണ്ടു. അത് ആദ്യമായിട്ട് ഹൈക്കോടതി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ മംഗളവനം ചെറുതാണല്ലേ? വളരെ ചെറുതാണ്. നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കാട് പിടിച്ച് കിടക്കുന്ന പോലെ അത്രേ ഉള്ളൂ. പിന്നെ അത് അവിടെ അത്ര ഈ വേനലായതുകൊണ്ട് ഇപ്പോ കുറച്ച് നമുക്ക് കാണാം. ഇല്ല, അവര് പറഞ്ഞു മഴ സമയത്ത് മുഴുവൻ ഇത് വീണ്ടും കാട് മൂടി അങ്ങനെ ആവുമെന്ന് പറഞ്ഞു. ഓക്കെ. രാഗി LGS പത്തനംതിട്ടയാണ് എഴുതിയല്ലേ? അതെ സർ. ശരി. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തല്ലോ അതിന്റെ? ചെയ്തു. ശരി. ഓക്കെ, എടാ നോക്കിയോ, ചരിത്ര സംഭവങ്ങളും അവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും ചേരുമ്പടി ചേർക്കുക. ഓക്കെ, പിള്ളേരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. യാചനയാത്രയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനും പറഞ്ഞതാണ്. തൃശ്ശൂര് ചന്ദ്രഗിരി പുഴ അല്ലേ? അപ്പൊ അതായത് 1B വരും. ഓക്കെ, 1B ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. അടുത്ത് പട്ടിണി ജാഥ. പട്ടിണി ജാഥ എവിടം മുതൽ എവിടം വരെയാ? പട്ടിണി ജാഥ
മദ്രാസ് അല്ല കണ്ണൂർ മദ്രാസ്. അപ്പൊ 2D വരും. 2D 1B 2D 1B 2D വരുന്ന ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി കർഷക ജാഥ എന്ന് പറയുമ്പോൾ കാസർഗോഡ് തിരുവനന്തപുരമാണ് കർഷക ജാഥ. അതുപോലെ സവർണ ജാഥ നമുക്കറിയാം, വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് സവർണ ജാഥ വരുന്നത് അല്ലേ. ഓക്കെ, ക്ലിയർ ആണ്. ഇത് ഓരോന്നും അറിയില്ല. യാത്ര സംഘടിപ്പിച്ചത് ആരാ? യാത്ര സംഘടിപ്പിച്ചത് VT ഭട്ടതിരിപ്പാട്. പട്ടിണി ജാഥ സംഘടിപ്പിച്ചത് ആരാ? പട്ടിണി ജാഥ സംഘടിപ്പിച്ചത് AKG തന്നെയാണ്. കർഷക ജാഥ സംഘടിപ്പിച്ചത് ആരാ? കർഷക ജാഥയും AKG തന്നെയാണ്. കർഷക ജാഥ സംഘടിപ്പിച്ചത്. ഓക്കെ, സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ അല്ലേ. സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി. അടുത്ത്, ഇവയിൽ 1936 നടന്ന സംഭവങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 1936 ക്ഷേത്രപ്രവേശന വിളംബരം 1936 ആണ്. പട്ടിണി ജാഥയും 1936 ആണ്. വൈദ്യുതി സമരവും 1936 ആണ്. യാത്ര 1931 അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി. ക്ലിയർ ആണല്ലോ. അടുത്ത്, ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ വസ്തുത ഏതാണ്? സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചു, പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചു, കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ആരംഭിച്ചു, തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചു. സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചു, അദ്ദേഹത്തിന്റെ കാലത്തിലാണ്. പുനലൂർ തൂക്കുപാലവും അദ്ദേഹത്തിന്റെ കാലത്തിലാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയും അദ്ദേഹത്തിന്റെ കാലത്താണ്. എന്നാൽ കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ 1904 അത് ആരെ കാലത്താണ്? 1904 കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ 1904 ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ലിസ വൈറസ് രോഗകാരിയാകുന്നത് ഏത് രോഗത്തിനാണ്? ലിസ വൈറസ്, സ്ട്രീറ്റ് വൈറസ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് പിള്ളേരെ? ലിസ വൈറസ്, സ്ട്രീറ്റ് വൈറസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആർക്കെങ്കിലും പറയാവോ? അല്ല. ഇത് ലിസ വൈറസ്, സ്ട്രീറ്റ് വൈറസ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് പേവിഷബാധയാണ് കേട്ടോ. ഏതാണ്? പേവിഷബാധ. നമ്മളെ റാബിസ് ഉണ്ടല്ലോ, റാബിസ് പേവിഷബാധയാണ്. ലിസ വൈറസ് അതുപോലെ സ്ട്രീറ്റ് വൈറസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്ടാ? പേവിഷബാധയാണ് കേട്ടോ. പേവിഷബാധ ബാധിക്കുന്നത് ഏതിനെയാ ബാധിക്കുന്നത്? നമ്മുടെ ഏത് ഓർഗൻ സിസ്റ്റത്തെയാണ് പേവിഷബാധ ബാധിക്കുന്നത് അറിയാവോ? നെർവസ് സിസ്റ്റത്തെയാണ് കേട്ടോ. നമ്മുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ് ആണ് എന്ന് പറയുന്നത് പേവിഷബാധ എന്ന് പറയുന്നത് കേട്ടോ. പേവിഷബാധയ്ക്ക് നമ്മൾ വേറൊരു കണ്ടീഷൻ പറയും, അതിന്റെ സ്ട്രീറ്റ് വൈറസ്. സ്ട്രീറ്റ് ലിസ വൈറസ്, സ്ട്രീറ്റ് വൈറസ് ഇതൊക്കെ അറിയപ്പെടുന്ന റാബിസ് ആണ് കേട്ടോ. ഈ പേവിഷബാധയ്ക്ക് നമ്മളൊരു ഒരു കണ്ടീഷൻ നമ്മൾ പറയും. എന്താണ് ഒരു കണ്ടീഷൻ പറയുന്നത്? ഒരു ഫോബിയ, ഹൈഡ്രോഫോബിയ. ഹൈഡ്രോഫോബിയ എന്നൊരു കണ്ടീഷൻ വരുന്നത്, ഹൈഡ്രോഫോബിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്നത് ഏതിലാണ്ടാ? ഈ പറയുന്ന റാബിസിലാണ് കേട്ടോ. റാബിസിൽ ആക്ച്വലി ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനോടുള്ള ഭയമാണ്. മനസ്സിലായി? പക്ഷേ ഈ റാബിസ് ബാധിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിനോടുള്ള ഭയമല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ല, ഇപ്പം ഈ പറയുന്ന റാബിസ് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റം തകരാറിലാവുകയാണ് ചെയ്യുന്നത്. നെർവസ് സിസ്റ്റം തകരാറിലായതിനു ശേഷം നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ നമ്മുടെ ഈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താടി എന്നുള്ള സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കത് ചലിപ്പിക്കാൻ, നമ്മുടെ ഇഷ്ടത്തിന് ചലിപ്പിക്കാൻ പറ്റത്തില്ല. അത് ഇങ്ങനെ ഇളവി കിടക്കും. വാ ഇങ്ങനെ തുറന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെ വാ അടച്ചാൽ മാത്രമേ വെള്ളം കുടിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിങ്ങനെ വെള്ളം കാണുമ്പോൾ നമുക്കൊരു പരവേശമാണ്, കുടിക്കണം എന്നുള്ള ഇതാണ്, പക്ഷെ കുടിക്കാൻ പറ്റത്തില്ല. സോ ആ ഒരു കണ്ടീഷനെയാണ് ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നത്. മനസ്സിലായ? ഈ ഒരു ഇത് വന്ന പട്ടി ഇപ്പൊ നായായാലും ശരി തന്നെ കേട്ടോ, അതിന്റെയൊക്കെ വാ ഇങ്ങനെ നിങ്ങൾ നോക്കിയത് ഇങ്ങനെ തുറന്നു കിടക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള കാരണം അതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ഭയങ്കര ഒരു ഭീകരമായിട്ടുള്ള ഒരു രോഗങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന പേവിഷബാധ എന്ന് പറയുന്നത് കേട്ടോ, റാബിസ് വൈറസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ ഒരു സമയം, അതായത് ഈ ചൂട് കാലങ്ങളിൽ ഇത് സംഭവം ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ചൂടുകാലം കേട്ടോ. ചൂടുകാലങ്ങളിലൊക്കെ ഈ പട്ടിയെ അതിൻ്റെ അടുത്തൊന്നും പോയി നിൽക്കരുത് കേട്ടോ. അതുപോലെ വീട്ടിൽ വളർത്തുന്ന ഇത് ഉണ്ടെങ്കിൽ, നിങ്ങൾ പെറ്റ്സിനെ വളർത്തുന്നുണ്ടെങ്കിൽ അതിന് ഇഞ്ചക്ഷൻ എടുക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. തെരുവിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പഠിക്കാൻ ശ്രദ്ധിച്ചോണം. ഈ ഒരു സമയത്ത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഇൻസിറ്റു കൺസർവേഷന്റെ ഉദാഹരണങ്ങളിൽ പെടാത്തത് ഏതാണ്?
ഇൻസിറ്റു കൺസർവേഷനിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വരുന്നില്ല. ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും ഒക്കെ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ. മനുഷ്യരിലെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥികളെ ചേരുംപടി ചേർക്കുക. ഒന്ന് ചേരുംപടി ചേർത്തേ. ഓക്കെ. ഈ തന്നിരിക്കുന്നതിൽ തൊണ്ടയിൽ അസ്ഥി ഏതാണ്ടാ? തൊണ്ടയിൽ അസ്ഥി ഏതാണ്? തൊണ്ടയിൽ അസ്ഥി ഹയോയിഡ് ആണല്ലേ? ഹയോയിഡ് ആണ്. തൊണ്ടയിൽ അസ്ഥി എന്ന് പറയുന്നത് ഹയോയിഡ് ആണ് കേട്ടോ. ഹയോയിഡ്, അതായത് 1 A വരും, 1 A വരും. ഓക്കെ, കറക്റ്റ് പറഞ്ഞാൽ ഹയോയിഡ് തൊണ്ടയിൽ അസ്ഥി എന്ന് പറയാൻ പറ്റും. നമ്മുടെ നാവിന്റെ അടിയിൽ കാണപ്പെടുന്ന യു ആകൃതിയിലുള്ള നാവിന്റെ അടിയിൽ യു ആകൃതിയിലുള്ള ഒരു അസ്ഥിയുണ്ട്. അതിനെയാണ് നമ്മൾ ഏത് പറയുന്നത്? ഹയോയിഡ് എന്ന് പറയുന്നത്. ഹയോയിഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതൊക്കെ പഠിക്കുക. നമ്മുടെ നാവിന്റെ അടിയിൽ, നാവ് കൊണ്ടല്ലേ നമ്മൾ ഹയ്യോ എന്നൊക്കെ വിളിക്കുന്നത്. ഹയ്യോ. ഓക്കെ, ഹയ്യോ എന്നൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത് കൈവിരലിലെ അസ്ഥി എന്താണ്ട? കൈവിരലിലെ അസ്ഥിയാണ് ഏത്? കൈവിരൽ അസ്ഥിയാണ് ഫലാഞ്ചസ് അല്ലേ? ഫലാഞ്ചസ്. അപ്പം 2 C വരും. കൈവിരൽ അസ്ഥിയുടെ പേരാണ് എന്ത്? ഫലാഞ്ചസ്. അതായത് കൈ മാത്രമല്ല, കൈയിലെയും കാലിലെയും വിരലുകളുടെ അസ്ഥി എന്ന് പറഞ്ഞാൽ ഫലാഞ്ചസ് ആണ്. ഫലാഞ്ചസ് ആണ്. ഓക്കെ. അടുത്ത് കാൽമുട്ടിലെ അസ്ഥി. കാൽമുട്ടിലെ അസ്ഥിയാണ് പാറ്റല്ല. പാറ്റല്ലയാണ് കേട്ടോ. കാൽമുട്ടിലെ അസ്ഥിയാണ് പാറ്റല്ല. നമ്മളിപ്പോ പറയും മുട്ട് പറ്റൂല, മുട്ട് പറ്റൂല. ഇപ്പൊ പ്രായമായ അപ്പൂപ്പൻ അമ്മൂമ്മയൊക്കെ പറയും, മക്കളെ എനിക്ക് മുട്ട് പറ്റൂല മക്കളെ എന്ന് പറയും അല്ലേ? അതായത് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പറയും മുട്ട് പറ്റൂല. ഓക്കെ, അപ്പൊ കാൽമുട്ടിലെ അസ്ഥിയാണ് പാറ്റല്ല. അടുത്ത് കണങ്കാലിലെ അസ്ഥിയാണ് ഏത്? കണങ്കാലിലെ അസ്ഥിയാണ് ഫിബുല. ഫിബുല മാത്രമല്ല, ടിബിയയും ഉണ്ട്. ടിബിയ, ഫിബുല, 2 അസ്ഥികളുണ്ട്. ടിബിയ, ഫിബുല. കാൽമുട്ടിലെ കാൽമുട്ടെന്ന് വെച്ചാൽ കണങ്കാലിലെ അസ്ഥികളാണ് ടിബിയ, ഫിബുല. ടിബിയ, ഫിബുല കണങ്കാലിലെ അസ്ഥികളാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കുമ്പോൾ 1 A 2 C 3 B 4 D. ഓക്കെ, ആൻസർ ഏതാ? 1 A 2 C. ഓക്കെ, 1 A 2 C വിടുന്നത് ഓപ്ഷൻ സി വരും അല്ലേ? ഓപ്ഷൻ സി അല്ലേ ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യാന്തര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യ ദിനം ഏതാ പിള്ളേരെ? മെയ് 22 ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യ ദിനം മെയ് 22 മെയ് 22. സെപ്റ്റംബർ 16 എന്തുവാ? സെപ്റ്റംബർ 16 എന്തുവാ? സെപ്റ്റംബർ 16 ഓസോൺ ദിനമാണ് അല്ലെ? ഓസോൺ ദിനമാണ് സെപ്റ്റംബർ 16. ഓക്കെ. മാർച്ച് 21 എന്താ? മാർച്ച് 21 മാർച്ച് 21 വനദിനമാണ്. വനദിനമാണ് മാർച്ച് 21. ഏപ്രിൽ 22 എന്താ? ഏപ്രിൽ 22 എർത്ത് ഡേ, ഭൗമദിനമാണ്. ഭൗമദിനമാണ് ഏപ്രിൽ 22. ഏപ്രിൽ 22 ഭൗമദിനമാണ്. ഏപ്രിൽ 22 ഭൗമദിനം. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. മാർച്ച് 21 വനദിനം. മെയ് 22 ജൈവ വൈവിധ്യ ദിനം, ബയോഡൈവേഴ്സിറ്റി ഡേ. ഓക്കെ, ശരി. അടുത്ത ഏത് രോഗത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനാണ് BCG വാക്സിൻ നൽകുന്നത്? BCG വാക്സിൻ നമുക്ക് എല്ലാവർക്കും അറിയാം. BCG വാക്സിൻ നൽകുന്നത് ക്ഷയരോഗത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനാണ്. നമ്മൾ ഇന്നലെ പഠിച്ചത് കൂടിയാണ് ക്ഷയരോഗം. ഓക്കെ, ശരി. അടുത്ത ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്ന് കണ്ടുപിടിച്ചേടാ. B, C എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്താൽ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം D ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം K ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് E. ഒന്നാമത്തത് B, C എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ശരിയോ തെറ്റോ? തെറ്റാണല്ലേ? തെറ്റാണ് പിള്ളേരെ. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. B യും C ഒക്കെ ജലത്തിൽ ലയിക്കുന്നവയാണ്. കൊഴുപ്പിൽ ലയിക്കുന്നവ എന്താണ്ട? KEDA. കൊഴുപ്പ് കേട. KEDA ആണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്താൽ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് D. ശരിയാണ്. ലെഫ്റ്റ് ആയിക്കോ. അടുത്ത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നതാണ് ജീവകം K. അതും ശരിയാണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം E. തെറ്റാണ്. ഏതാണ്ട കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം? അത് ജീവകം C ആണ്. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ആദ്യത്തെ ജീവകം C ആണ്, അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് ആണ്. അപ്പൊ ഇവിടെ തെറ്റായ പ്രസ്താവനകള് 1ഉം 4ഉമാണ്. ആൻസർ ഓപ്ഷൻ സി വരും കേട്ടോ. ഓപ്ഷൻ സി വരും. ക്ലിയർ ആണ്. അടുത്ത് കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ തിരഞ്ഞെടുക്കുക. ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ തിരഞ്ഞെടുക്കുക. ഒന്ന് തിരഞ്ഞെടുത്തേ.
നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഈ എ ആൻസർ കമന്റ് ചെയ്യുന്നത്? എടാ, ഈ ആർദ്രം പദ്ധതി എങ്ങനെയാലും വരുന്നത്? ആർദ്രം പദ്ധതി എത്ര തവണ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ? ഇതൊക്കെ നിങ്ങളെ കുഴപ്പം. ഞാൻ നിങ്ങൾ വഴക്ക് പറയുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് തെറ്റിക്കുന്നുണ്ടല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തെറ്റിക്കുന്നത് കൊണ്ടാണ് വഴക്ക് പറയുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണം, ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നോക്കിക്കോ. ആ, നിങ്ങൾക്ക് ഈ അമൃതം ആരോഗ്യം പദ്ധതി ഇപ്പൊ നമുക്ക് LDക്കൊക്കെ ഒരുപാട് 2 തവണ കൊണ്ട് ചോദിച്ചതാണ്. അമൃതം ആരോഗ്യം പദ്ധതി എന്തുവാ? അമൃത ആരോഗ്യം പദ്ധതി ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ് അല്ലെ? അതെ, ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ് അമൃതം ആരോഗ്യം പദ്ധതി, ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി. ഓക്കെ, അപ്പൊ അതിന്റെ കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുണ്ട്. ഉദാഹരണത്തിന് നയനാമൃതം അതിൽ വരുന്നതാണ്, പാദസ്പർശം അതിൽ വരുന്നതാണ്, സിറസ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ഒരു പദ്ധതിയാണ്. എന്നാൽ ആർദ്രം പദ്ധതി അതിൽ ഉൾപ്പെടുന്നില്ല. ആർദ്രം പദ്ധതി എന്ന് പറഞ്ഞാൽ നവകേരള മിഷനിലുള്ള ഒരു പദ്ധതിയാണ്. നവകേരള മിഷനിലെ പദ്ധതിയാണ്. നവകേരള മിഷനിലെ പദ്ധതിയാണ് ആർദ്രം പദ്ധതി, അമൃതം ആരോഗ്യത്തിൽ വരുന്നതല്ല. ഓക്കെ, അതായത് ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 2, 4. ഇനി നയനാമൃതം എന്താന്ന് കേട്ട് കഴിഞ്ഞാല് നമുക്കറിയാം, ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഡയബറ്റിക് റെറ്റിനോപ്പതി, അതായത് ഈ പ്രമേഹം ബാധിച്ചവർക്ക് കണ്ണിന് പ്രശ്നമുണ്ടാകും. അപ്പൊ അതിന് ഒരു സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് നയനാമൃതം പദ്ധതി. ഓക്കെ, പാദസ്പർശം എന്തെന്നറിയാവോ? പാദസ്പർശവും അത് തന്നെയാണ്. ഡയബറ്റീസ് ബാധിക്കുന്ന ആൾക്കാർക്ക് കാലിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കേട്ടോ, അതായത് കാല് മുറിച്ച് കളയേണ്ട സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പാദസ്പർശം. സിറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്കിനെ പ്രിവെന്റ് ചെയ്യാനുള്ള, സ്ട്രോക്ക് നമുക്കറിയാം, സ്ട്രോക്ക് നമുക്ക് വരുന്ന ഒരു കണ്ടീഷനാണ്, നമ്മുടെ ജീവിതശൈലി കാരണം നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ് ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രോക്ക് റെസ്റ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് സിറസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നയനാമൃതവും പാദസ്പർശവും സിറസും എല്ലാം ഏതിൽ വരുന്നത് തന്നെയാണ്? അമൃത ആരോഗ്യത്തിൽ വരുന്നത് തന്നെയാണ്. അപ്പൊ 1, 2, 4 ആണ് ആൻസർ. അടുത്ത് ഏറ്റവും ചെറിയ ശ്വേതരക്താണു ഏതാണ്? ഏറ്റവും ചെറിയ ശ്വേതരക്താണു ഏതാ കുട്ടികൾ? ഏറ്റവും ചെറിയ ശ്വേതരക്താണു ലിംബോസൈറ്റ് ആണ്. ലിംബോസൈറ്റ് ആണ്. എങ്കിൽ പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ, ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലുത് മോണോസൈറ്റ് ആണ് കേട്ടോ. ഏറ്റവും വലുത് മോണോസൈറ്റ് ആണ്. ഏറ്റവും വലുത് മോണോസൈറ്റ് ആണ്. ഓക്കെ, ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ആർക്ക് പറയാം? ഏറ്റവും കൂടുതലുള്ളത് ന്യൂട്രോഫില്ലാണ്. ന്യൂട്രോഫില്ലാണ് ഏറ്റവും കൂടുതലുള്ളത്. ന്യൂട്രോഫില്ലാണ് ഏറ്റവും കൂടുതലുള്ളത്. ന്യൂട്രോഫില്ലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കുറവുള്ളത് ഏതാണ്? ഏറ്റവും കുറവുള്ള WBC ഏതാണ്? ഏറ്റവും കുറവുള്ളത് ബേസോഫില്ലാണ് കേട്ടോ. ബേസോഫില്ലാണ് ഏറ്റവും കുറവുള്ള WBC. അതെ, ബേസോഫില്ലാണ് ഏറ്റവും കുറവുള്ള WBC. ഏറ്റവും വലുത് മോണോസൈറ്റ്, ഏറ്റവും ചെറുത് ലിംബോസൈറ്റ്, ഏറ്റവും കൂടുതലുള്ളത് ന്യൂട്രോഫില്ല്, ഏറ്റവും കുറവുള്ളത് ബേസോഫില്ല് കേട്ടോ. ഏറ്റവും കുറവുള്ളത് ബേസോഫില്ല് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത, വായിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? പെട്ടെന്ന് ചെയ്തേ, നമുക്ക് 9:30 മുമ്പ് തീർക്കണം. വായിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെ കണ്ടുപിടിച്ചേ? ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിൽ വായുവിലൂടെ പകരുന്ന ഏതൊക്കെയാണ് കേട്ട് കഴിഞ്ഞാൽ, കോളറ വായുവിലൂടെയാണോ പകരുന്നത്? അല്ല, കോളറ പകരുന്നത് ജലത്തിലൂടെയാണ് അല്ലേ? കോളറ പകരുന്നത് ജലത്തിലൂടെയാണ്, അപ്പൊ അല്ല. എലിപ്പനി വായുവിലൂടെയാണോ പകരുന്നത്? എലിപ്പനിയും ജലത്തിലൂടെ പകരുന്ന രോഗമാണ്. ക്ഷയം വായുവിലൂടെയാണോ പകരുന്നത്? അതെ, ക്ഷയം വായുവിലൂടെയാണ് പകരുന്നത്. സാൾസ് വായുവിലൂടെയാണ് പകരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3, 4 എന്നിവ. ഈ ക്ലാമിഡിയാസിസ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ക്ലാമിഡിയാസിസ് എന്താണെന്ന് അറിയോ ആർക്കെങ്കിലും? ക്ലാമിഡിയാസിസ് ഒരു ഇൻഫെക്ഷൻ തന്നെയാണ്. അത് എങ്ങനെ സ്പ്രെഡ് ആവുമെന്ന് അറിയോ നിങ്ങൾക്ക്? വളരെ അത് ഈ കോണ്ടാക്ട് വഴി പകരുന്ന ഒരു രോഗമാണ്. സമ്പർക്കത്തിലൂടെ പകരുന്ന, നമ്മളിപ്പോ ഈ കുഷ്ഠം നമ്മൾ പഠിക്കും, അതുപോലെ നമ്മുടെ ഈ കൺജക്ടിവിറ്റീസ്, അതായത് ചെങ്കണ്ണ് പഠിക്കും. ചെങ്കണ്ണ് അറിയത്തില്ല? ചെങ്കണ്ണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്ടാ, വായുവിലൂടെ പകരുന്ന രോഗമാണെന്നാണ്. സിവിലിസ് ഒക്കെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. സിവിലിസ്, ഗൊണേറിയ അതൊക്കെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളാണ്, അതായത് ബാക്ടീരിയൽ ഡിസീസുകൾ. മനസ്സിലായ? ഇപ്പൊ നമുക്ക് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള വൈറസ് ഡിസീസ് നമുക്കറിയാം, അതായത് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന വൈറസ് രോഗങ്ങൾ നമുക്കറിയാം. ഏതൊക്കെയാണ്?
ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന വൈറസ് രോഗങ്ങൾ ഒന്ന് എയ്ഡ്സ് ഉണ്ട്. പിന്നെ ഏതുണ്ട്? എയ്ഡ്സ് ഉണ്ട്. ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന എയ്ഡ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും വൈറസ് രോഗം അറിയോ നിങ്ങൾക്ക്? ഗൊണേറിയ വൈറസ് രോഗമല്ല പിള്ളേരെ, തെറ്റിക്കരുത് അത്. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് രോഗമാണ്. വൈറസ് രോഗമാണ്. അതായത് നമ്മുടെ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള 2 വൈറസ് രോഗങ്ങളാണ് എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവ. അതുപോലെ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയൽ ഡിസീസുകൾ 2 പ്രധാനപ്പെട്ടതുണ്ട്. അത് ഏതൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാല് അതൊന്ന് സിഫിലിസ് ഒരു രോഗമാണ്. അതുപോലെ തന്നെ ഗൊണോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഈ 2 രോഗങ്ങളാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയൽ ഡിസീസുകൾ. അപ്പൊ ഈ 2 എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള വൈറസ് രോഗങ്ങളും, അതുപോലെ സിഫിലിസ്, ഗൊണോറിയ എന്നിവ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയൽ ഡിസീസുകളുമാണ്. അത് രണ്ടും സെപ്പറേറ്റ് തന്നെ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. സെക്ഷലി ട്രാൻസ്മിറ്റഡ് രോഗങ്ങളല്ല ഈ കോണ്ടാക്ട് വഴി പകരുന്നത്. കോണ്ടാക്ട് സ്പർശത്തിലൂടെയൊക്കെ പകരുന്നതാണ് ഈ കോണ്ടാക്ട് വഴി പകരുന്ന അല്ലെങ്കിൽ സമ്പർക്കം വഴി പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ദിവസം ചെയ്തേ, ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന തലച്ചോറിലെ ഭാഗം നമ്മുടെ റിലേ സ്റ്റേഷൻ ഏതാണ് കുട്ടികളെ? തലാമസ് ആണ് ആൻസർ. തലാമസ് ഓപ്ഷൻ ബി ആണ് ആൻസർ. മഴവിൽ ഉണ്ടാകുന്ന അവസരത്തിൽ ജലകണികകളിൽ പതിക്കുന്ന പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ SCRT എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. മഴവിൽ ഉണ്ടാകുന്ന അവസരത്തിൽ മഴവിൽ ഉണ്ടാകുന്ന അവസരത്തിൽ ജലകണികകൾ പതിക്കുന്ന പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു പിള്ളേരെ? കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ്. അവരുടെ സംഭവിക്കുന്നത് അപവർത്തനവും സംഭവിക്കുന്നു, ആന്തര പ്രതിഫലനവും സംഭവിക്കുന്നു. ആന്തര പ്രതിഫലനവും സംഭവിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണേ. അടുത്ത, ഊർജവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്ന് കണ്ടുപിടിച്ചേ. ഊർജവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ശ്രദ്ധിച്ച് ചെയ്യുക. മണ്ടത്തരങ്ങൾ കമന്റ് ചെയ്യരുത്. ഓക്കെ. ജലസംഭരണികളിൽ ശേഖരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന സ്ഥിതികോർജം. ജലസംഭരണികൾ സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം എന്ന് നമുക്കറിയാം. ജലസംഭരണികളിൽ ശേഖരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന സ്ഥിതികോർജമാണ് ശരി. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതികോർജം കൂടുന്നു. ശരിയോ തെറ്റോ? അതെ, ഉയരം കൂടുന്നതനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതികോർജം കൂടുന്നു. ശരിയാണ്. ശബ്ദോർജത്തിന് ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ ഒരു മാധ്യമം ആവശ്യമാണ്. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. അതായത് ഈ പറയുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. 1, 2, 3 ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. ജഡത്വ നിയമം എന്നറിയപ്പെടുന്നത് ഏത് ചലന നിയമമാണ്? ജഡത്വ നിയമം, ലോ ഓഫ് ഇനർഷ്യ. ജഡത്വ നിയമം ഏതാ പിള്ളേരെ? ജഡത്വ നിയമം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്. ജഡത്വ നിയമം ഒന്നാം ചലന നിയമമല്ലേ? ജഡത്വ നിയമം അല്ലേ? ഒന്നാം ചലന നിയമമാണ് ജഡത്വ നിയമം. ലോ ഓഫ് ഇനേഴ്ഷ്യ എന്നറിയപ്പെടുന്നത് ഒന്നാം ചലന നിയമമാണ് കേട്ടോ. ഇവിടെ നോക്കിയാണ് ഇവരൊക്കെ കമന്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാം ചലന നിയമമാണ് ലോ ഓഫ് ഇനേഴ്ഷ്യ എന്നറിയപ്പെടുന്നത്. ഒന്നാം ചലന നിയമമാണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, നോക്കിക്കോണം. അടുത്ത്, അടഞ്ഞ ഒരു സ്ഥലത്തുണ്ടാകുന്ന ശബ്ദം നിലച്ചു കഴിഞ്ഞാലും സ്ഥലത്തിന്റെ ഭിത്തികളിൽ ശബ്ദത്തിന്റെ പ്രതിഫലന ഫലമായി ഉണ്ടാകുന്ന മുഴക്കം. നമ്മൾക്ക് അറിയാവുന്നതാണ്. അടഞ്ഞ സ്ഥലത്തുണ്ടാകുന്ന ശബ്ദം നിലച്ചു കഴിഞ്ഞാലും സ്ഥലത്തിന്റെ ഭിത്തികളിൽ ശബ്ദത്തിന്റെ പ്രതിഫലന ഫലമായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം. നമ്മുടെ ഈ ഇത് നമുക്ക് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു വൈബ്രേഷൻ പോലെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ? ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ റൂമിലൊക്കെ ഇരിക്കുന്ന സമയത്ത് റൂം ഇങ്ങനെ കുലുങ്ങുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്, മുഴക്കം പോലെ. അതിന് കാരണം ഈ ഒരു പ്രതിഭാസമാണ്, അനുരണനമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ ഈ നമ്മൾ സ്പീക്കറൊക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ അടുത്ത റൂമിൽ നമുക്കിപ്പം പാട്ടൊക്കെ ഇട്ടാൽ ഈ റൂമിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയ ഇതുപോലെ തോന്നാറുണ്ട്. അതിനെല്ലാം കാരണം അനുരണനമാണ്. ക്ലിയർ ആണ്. നോക്കിയോ, ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രതത്വം ഏതാണ്?
മണ്ണുമാന്തിയില് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്ടാ? പാസ്കൽ നിയമമാണല്ലേ? പാസ്കൽ നിയമമാണ് മണ്ണുമാന്തിയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ മണ്ണുമാന്തിയുടെ യഥാർത്ഥ പേര് നിങ്ങൾക്ക് അറിയാവോ? അറിയാന്നുള്ളൊരു കമന്റ് ചെയ്തേ. മണ്ണുമാന്തന ഉപകരണത്തിന്റെ പേരെന്താ? JCB. എനിക്കറിയാം. JCB എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോസഫ് സിറിൽ ബാംഫോർഡ് എന്ന് പറയുന്ന അത് കണ്ടുപിടിച്ച ആളുടെ പേരാണ്. അത് കമ്പനിയുടെ പേരാണ്. ആ ഉപകരണത്തിന്റെ പേര് എക്സ്കവേറ്റർ എന്നാണ്. ആ ഉപകരണത്തിന്റെ പേര് എക്സ്കവേറ്റർ. മനസ്സിലായ? ഉദാഹരണത്തിന് ഇപ്പൊ ഒരു കാറ്, ഇപ്പൊ എന്റെ ഇരിക്കുന്നത് ഹുണ്ടായുടെ കാറാണ് എന്റെ ഇരിക്കുന്നത്. ഹുണ്ടായി എന്നല്ല, ഇവിടെ ഹണ്ടായി എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ തന്നെ ഹുണ്ടായി എന്ന് പറയും. ഹുണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണ്. ആ വാഹനത്തിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാർ എന്നാണ്. അതുപോലെ തന്നെ JCB എന്ന് പറയുന്ന ഒരു കമ്പനിയും കേട്ടോ. ജോസഫ് സിറിൽ ബാംഫോർഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരാളുടെ പേരിലുള്ള കമ്പനിയാണ് JCB എന്ന് പറയുന്നത്. വാഹനത്തിന്റെ പേര് എക്സ്കവേറ്റർ എന്നാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, എക്സ്കവേറ്ററിലെ പ്രവർത്തന തത്വം എന്താണ്? അത് പാസ്കൽ നിയമമാണ് കേട്ടോ. എസ്കലേറ്റർ വേറെ, എക്സ്കവേറ്റർ വേറെ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മളിങ്ങനെ പോകുമ്പോഴൊക്കെ ചിലപ്പോൾ കാണുന്നത് ഡീപ്പ് എക്സ്കവേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ റോഡിലൊക്കെ ബോർഡ് കണ്ടു കാണും. എക്സ്കവേഷൻ എന്ന് വെച്ചാൽ ഈ കുഴിച്ചെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, ജലവും പൊട്ടാസ്യം തമ്മിൽ രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ്? ജലവും പൊട്ടാസ്യം തമ്മിലുള്ള രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന വാതകം ഏത് പിള്ളേരെ? ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ആണ് ആൻസർ. ഹൈഡ്രജൻ. ഓക്കെ, ജലവും പൊട്ടാസ്യം തമ്മിലുള്ള രാസപ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഹൈഡ്രജൻ. പക്ക SCRT ആണ്. SL പറയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണ്. സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെട്ട് രണ്ട് ആറ്റങ്ങൾക്കിടയിൽ പങ്കുവെച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിന്റെ കഴിവിനെ പറയുന്ന പേരെന്താണ്? സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെട്ട് രണ്ട് ആറ്റങ്ങൾക്കിടയിൽ പങ്കുവെച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാൻ അതത് ആറ്റത്തിന്റെ കഴിവിനെ പറയുന്ന പേരെന്താണ് ചോദ്യം. ഇതും SCRT തന്നെയാണ്. ആർക്ക് പറയാം? ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ് ആൻസർ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. ഓപ്ഷൻ A ആണ്. ഈ സയൻസ് ഒക്കെ നോക്കിക്കോണം കേട്ടോ. സയൻസ് ഇപ്പൊ 10th മെയിൻസിനൊക്കെ ആണെങ്കിൽ 3-6 മാർക്കിന് സയൻസ് ഉണ്ട്. അതായത് ഫിസിക്സും കെമിസ്ട്രി ഉണ്ട്. ഓക്കെ, അപ്പം SCRT ബേസ് ചെയ്ത് നന്നായിട്ട് അത് പഠിച്ചോണം കേട്ടോ. പഠിച്ചോണം, നിങ്ങൾ റിവിഷൻ ചെയ്തോണം. സയൻസിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പഠിക്കുമ്പോഴൊക്കെ മനസ്സിലായിരിക്കുകയും ചെയ്യും, കുറച്ച് മറന്നു പോവുകയും ചെയ്യുന്ന സാധനമാണ് ഈ പറയുന്ന ഫിസിക്സും കെമിസ്ട്രി എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചോണം, റിവിഷൻ ചെയ്തോണം. അടുത്ത്, പ്രസ്താവനകൾ വിലയിരുത്തുക. ലോഹങ്ങൾ ഇലക്ട്രോ പോസിറ്റീവ് സ്വഭാവം കാണിക്കുന്നു. ലോഹങ്ങളുടെ അയോണീകരണ ഊർജം കുറവാണ്. ഒന്ന് കമന്റ് ചെയ്തേ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേ സെയിം പാറ്റേണിൽ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ലോഹങ്ങൾ ഇലക്ട്രോ പോസിറ്റീവ് സ്വഭാവം കാണിക്കുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അതുപോലെ തന്നെ ലോഹങ്ങളുടെ അയോണീകരണ ഊർജം കുറവാണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ D ആണ്. ഓക്കെ, ഇതൊക്കെ പഠിച്ചോണേ പിള്ളേരെ. നീൽസ് ബോറിന്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയുള്ള സിദ്ധാന്തം ഏതാണ്? നീൽസ് ബോറിന്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയുള്ള സിദ്ധാന്തം ഏതാണ്? ക്വാണ്ടം തിയറി ആണ് അല്ലെ? ക്വാണ്ടം തിയറിയാണ് ആൻസർ. ക്വാണ്ടം തിയറിയാണ്. നീൽസ് ബോറിന്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയുള്ള സിദ്ധാന്തമാണ് ക്വാണ്ടം തിയറി. ഓക്കെ, ക്ലിയർ ആണ്. ലാസ്റ്റ് ചോദ്യം, ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 8, 1 ആയാൽ ആ മൂലകം പീരിയോഡിക് ടേബിൾ ഏത് പീരീഡിൽ ഉൾപ്പെടുന്നു? 2, 8, 8, 1 ഏത് പീരീഡിൽ ഉൾപ്പെടുന്ന മൂലകമാണ്? എത്രാമത്തെ പീരീഡിൽ വരുന്നതുണ്ടോ? ഓക്കെ, ആർക്കും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. ഓപ്ഷൻ C ആണ്. ഓപ്ഷൻ C ആണ്. 4ാമത്തെ പീരീഡിലാണ് വരുന്നത്. 4ാമത്തെ പീരീഡിൽ വരുന്ന മൂലകമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോടാ. ശരി, ഓക്കെ, അപ്പൊ 9:30 ആയി. പോവല്ലേ കാര്യം. നമുക്ക് ജസ്റ്റ് മാർക്ക്, ഈ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾ നന്നായിട്ട് പഠിച്ചോണേ. ഓക്കെ, നിങ്ങൾക്ക് എന്റെ പരമാവധി റിവിഷൻസ് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, ഇനി മാർക്ക് കമന്റ് ചെയ്യുന്ന സമയമാണ്. മാർക്ക് കമന്റ് ചെയ്തിട്ട് പോകാൻ ആതിര കോളണി എടുത്തോ. ശരി, നോക്കിക്കോട്ടെ. 40 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും 35+ ഉണ്ടോ? 35+ ഉണ്ടോ? ചാൻസ് കുറവാണ്. ഓക്കെ, 30+ ഉള്ളവരൊന്ന് കമന്റ് ചെയ്തേ. 30+ ഉള്ളവര് ആദ്യം 30+ ഉള്ളവരൊന്ന് കമന്റ് ചെയ്തിട്ട് പോയേ. 30+ ഉള്ളവര്. ഓക്കെ, ആദ്യം 30+ ഉള്ളവര് കമന്റ് ചെയ്യുക. സുമി 32, വിഷ്ണു 33, ലക്ഷ്മി 35, അപർണ 34, കൃഷ്ണേന്ദു 32, ശിവപ്രിയ 36, മഞ്ജു 31, രേഷ്മ രാജു 33, വിഷ്ണു 31, ശ്വേത 32, അഞ്ജന 33, മനീഷ 31, വിപിൻ 31. ഓക്കെ, ഇനി എല്ലാവരും മാർക്ക് കമന്റ് ചെയ്തേ.
എല്ലാവരും എത്ര മാർക്കുണ്ടോ അത്രയും മാർക്ക് കമന്റ് ചെയ്തിട്ട് നിങ്ങൾ പൊക്കോ. ബാക്കി അപ്ഡേറ്റ്സ് ഗ്രൂപ്പിൽ വരും. ഓക്കെ, ശരി, പൊക്കോ. ലെഫ്റ്റ് ആയിക്കോ.